യുധിഷ്ഠിര മഹാരാജന്റെ രാജസൂയം നടക്കും വേള ക്ഷണിക്കപ്പെട്ട എല്ലാ നാടുകളിൽ നിന്നും രാജാക്കന്മാര് ആ സൽക്കർമ്മം സാക്ഷ്യം വഹിക്കുവാനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ വന്നെത്തിയ രാജാക്കന്മാരിൽ ചേദിയുടെ നടേശനാകുന്ന ശിശുപാലനും ഉണ്ടാകുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു. ഭീഷ്മ നിർദ്ദേശാർത്ഥം സർവോത്തമനായ ശ്രീകൃഷ്ണന് ആർഘ്യം നൽകി പൂജിക്കുവാൻ ചടങ്ങുകൾ ആരംഭിക്കുവാൻ തുടങ്ങി. എന്നാൽ ശ്രീകൃഷ്ണനെ സർവോത്തമനായി പൂജിച്ച് സ്ഥാനം നൽകി ഉപവിഷ്ടനാക്കി. അത് ചേതി രാജാവാകുന്ന ശിശുപാലന് തീരെ ഇഷ്ടമായില്ല. അതിനാൽ തന്നെ അങ്ങനെയൊരു മാർഗനിർദ്ദേശം ഭീഷ്മ പിതാമഹൻ ചൂണ്ടിക്കാണിച്ചതിന് അദ്ദേഹത്തെയും യുധിഷ്ഠിരനെയും പാഞ്ചാലിയെയും എന്നുവേണ്ട സകലരെയും ശ്രീകൃഷ്ണനെയും എല്ലാം തന്നെ വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് അയാൾ ആ നിറഞ്ഞ സഭയിൽ വെച്ചുകൊണ്ട് അധിക്ഷേപിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അയാളുടെ വാശിയും വിദ്വേഷത്തിൻ്റെയും ഫലമായി ശിശുപാലൻ ശ്രീകൃഷ്ണനോടായി പൊരുതുവാൻ സന്നദ്ധനായി. കൃഷ്ണനോട് പറയുന്നു, ഹേ ജനാർദ്ദന, ഞാൻ നിന്നെ പോരിന് വിളിക്കുന്നു. നീ എന്നോട് പോരിൽ വന്ന് ഏൽക്കുക. അങ്ങനെയായാൽ പാണ്ഡവന്മാരോട് കൂടിയ നിന്റെ കഥ ഇപ്പോൾ ഞാൻ കഴിച്ചേക്കാം. നിന്നോടൊപ്പം തന്നെ ആ വന്ധ്യന്മാരെയും ഇല്ലാതാക്കും. രാജാവല്ലാത്തവനും ദാസനും ദുഷ്ടനുമായ നിന്നെ രാജാക്കളെ അവഗണിച്ച് പൂജിച്ചവരാണല്ലോ പാണ്ഡവന്മാർ. അവരുടെ കഥയും ഇതോടൊപ്പം തന്നെ ഞാൻ കഴിച്ചേക്കാം. അനർഹരെ പൂജിക്കുന്നവരെയും വെച്ചേക്കില്ല നാം. അതാണ് നമ്മുടെ നിശ്ചയവും. ശിശുപാലവാക്യം ശ്രവിച്ച കണ്ണൻ മൃദുവായ ഭാഷയിൽ രാജാക്കന്മാരോടായി, രാജാക്കന്മാരെ, സാത്വതന്മാരായ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വൈരിയാകുന്നു. എപ്പോഴും വളരെ ദ്രോഹം ചെയ്ത ഘാതകനാണിവൻ. ഞങ്ങൾ പ്രാഗ്ജ്യോതിഷപുരത്തിൽ പോയ തക്കം നോക്കി ഈ ദുഷ്ടൻ പിതാവിൻ്റെ സഹോദരീപുത്രൻ ആയിരുന്നിട്ട് കൂടി ദ്വാരകയ്ക്ക് തീവച്ചു. മുമ്പ് ഭോജരാജാവ് രൈവകഥത്തിൽ ക്രീഡിക്കുന്ന തക്കം നോക്കി കൂട്ടരെ കൊന്ന് ചിലരെയൊക്കെ ബന്ധിച്ച് തൻ്റെ പുരത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പിതാവിൻ്റെ അശ്വമേധത്തിനായി കാവലോടുകൂടി വിട്ട അശ്വത്തെ പാപിയായ ഇവൻ കട്ടുകൊണ്ടുപോയി. ഇവൻ അങ്ങനെ എൻ്റെ പിതാവിൻ്റെ യജ്ഞം മുടക്കുവാനായി പ്രയത്നിച്ചു. സൗവീരത്തിൽ പോകുകയായിരുന്ന ഭൃഹുവിൻ്റെ തപസ്വിനിയായ ഭാര്യയെ അവൾക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ഇവൻ വഴിക്ക് വെച്ച് കാമമോഹിതനായി അപഹരിച്ചു. മായാവിയും മാതുലദ്രോഹിയുമായ ഇവൻ വൈശാല രാജകുമാരിയാകുന്ന ഭദ്രയെ അവൾ കാരൂഷ രാജാവിന് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കാരൂഷന്റെ മായാവേഷം ധരിച്ചുകൊണ്ട് അപഹരിച്ചു കൊണ്ടുപോയി. ഇവന്റെ ചെയ്തികളെല്ലാം തന്നെ നാം പൊറുത്തത് പിതാവിൻ്റെ സഹോദരീപുത്രനാകുന്നുവല്ലോ എന്ന് നനച്ചുകൊണ്ട് മാത്രമാകുന്നു. ഇപ്പോൾ ഈ രാജസദസ്സിൽ വെച്ചുകൊണ്ട് ഇവന്റെ ധിക്കാരം, അവൻ കാണിച്ച പരാക്രമമെല്ലാം തന്നെ നിങ്ങൾ കണ്ടുവല്ലോ. മുമ്പേ നിങ്ങൾ കാണാത്തതൊക്കെ തന്നെ നാം നിങ്ങളോട് ഏവരോട് പറയുകയും ചെയ്തു. ഇവൻ്റെ ഈ അക്രമങ്ങൾ എനിക്കിനി പൊറുക്കുവാൻ സാധിക്കില്ല. രാജമധ്യത്തിൽ വെച്ചുകൊണ്ട് വന്ധ്യനായ ഈ ഗർവിഷ്ഠൻ എന്നോട് യുദ്ധത്തിൽ ഏൽക്കുകയാണെങ്കിൽ വേഗം മരിക്കാൻ ആഗ്രഹിക്കുന്ന മൂഢനായിരിക്കുന്നു ഇവൻ. രുക്മിണിയിൽ വലിയ ആശയുള്ളവനായിരുന്നു ഇവൻ. എന്നാൽ അവളെ ഇവന് പ്രാപ്തമായതുമില്ല. ഇപ്രകാരം വാസുദേവന്റെ വാക്കുകൾ കേട്ട രാജാക്കന്മാരെല്ലാം ചേതി രാജാവിനെ നിന്ദിച്ചു. എന്നാൽ പ്രതാപവാനായ ശിശുപാലൻ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി, ഹേ കൃഷ്ണ, നിനക്ക് നാണമില്ലേ? വിശേഷിച്ചും ഈ രാജാക്കന്മാരുടെ മുൻപിൽ വെച്ച് നിന്റെ ഭാര്യയെ മറ്റൊരുവൻ ആഗ്രഹിച്ചുവെന്ന് പറയുവാൻ. ഇത്തരം കാര്യങ്ങൾ രാജസദസ്സിൽ പറയുവാൻ നിനക്ക് നാണമില്ലല്ലോ. മുൻപ് അന്യൻ ഉദ്ദേശിക്കപ്പെട്ട ഒരു സ്ത്രീയെ സ്വന്തമാക്കിയ കാര്യം സദസ്സിൽ വച്ച് നീയല്ലാതെ ഏത് പുരുഷനാണ് മധുസൂദന പുകഴ്ത്തി പറയുക? നീ ആദരവോടുകൂടി പുറത്താലും കൊള്ളാം, പുറത്തില്ലെങ്കിലും കൊള്ളാം. നിന്റെ കോപം കൊണ്ട് എനിക്ക് യാതൊന്നും തന്നെ സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയാലും. എന്നാൽ നിന്റെ പ്രസാദം കൊണ്ട് എനിക്കൊന്നും വേണ്ടാതാനും. ശിശുപാലന്റെ തുടർച്ചയായ നിന്ദവാക്കുകൾ കേട്ട് കോപിഷ്ഠനാകുന്ന സാക്ഷാൽ ശ്രീഹരി തൻ്റെ ആയുധമാകുന്ന സുദർശനം, ആ ശ്രേഷ്ഠ ആയുധം കരങ്ങളിലേക്ക് ആവാഹിക്കുന്നു. അപ്പോൾ അതീവ കോപത്തോടെ ഭഗവാൻ ഇപ്രകാരം അരുളി, ഹേ രാജാക്കന്മാരെ, നിങ്ങൾ കേൾക്കുവിൻ. ഇന്നേ വരെ നാം ഇവനോട് ക്ഷമിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇവൻ്റെ അമ്മ നമ്മോട് യാചിച്ചു.
ഇവന്റെ 100 കുറ്റങ്ങൾ പൊറുക്കണമെന്ന്. അതിനാൽ തന്നെ അവർക്ക് നാം വരം നൽകുകയും ചെയ്തു. ഇന്നിവന്റെ പാപത്തിന്റെ 100 തികഞ്ഞിരിക്കുന്നു. ഇന്ന് മന്നവന്മാരായ നിങ്ങൾ കണ്ടു നിൽക്കെ ഞാനിതാ ഇവനെ വധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രോധത്തോടെ ശത്രുഘ്നനായ കൃഷ്ണൻ ശിശുപാലന്റെ ശിരസ് ശ്രീചക്രം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. വജ്രമറ്റ മല പോലെ ആ മഹാബാഹു വീണു. ഉടനെ ചൈതന്യത്തിന്റെ അഗ്രത്തിൽ നിന്നും ഒരു ഉഗ്ര തേജസ് സൂര്യൻ വാനിൽ നിൽക്കുന്നത് വിധം ഉയർന്നതായി രാജാക്കന്മാരെല്ലാം കണ്ടു. ആ തേജസ് ലോകവന്ദ്യനായ പങ്കജാക്ഷന്റെ നേരെ വന്നു. ആ തേജസ് കൃഷ്ണനിൽ ലയിച്ച് ചേർന്നു. ഈ അത്ഭുത കാഴ്ച കണ്ട് രാജാക്കന്മാരെല്ലാം ആശ്ചര്യപ്പെട്ടു. അങ്ങനെ ജയവിജയന്മാരിലെ ജയന്റെ 3ാമത്തെ പാപജന്മമാകുന്ന ശിശുപാലന്റെ ജന്മത്തിൽ നിന്നും ഭഗവാൻ അവന് മോക്ഷം നൽകുകയും ചെയ്തു.